ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇളയമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞുകൊണ്ട് പെടാപ്പാട് പോയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ഏത് ഇളയമ്മയാണെന്ന് ഇളയച്ചൻ്റെ വകയൊരു ചോദ്യം. ഓ, നീ ആൻറ്റി ഇപ്പോൾ വിളിച്ചത്? ആൻറ്റിയോ? ഏത് ആൻറ്റി? നിൻ്റെ ആൻറ്റി അല്ലേ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഇളയച്ചൻ്റെ ഭാര്യ ഇളയമ്മയ്ക്ക് സുഖമില്ലെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പനി കൂടിയതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യയോ? ആ അതെ, നമ്മൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതിക്ക് പല്ല് കടിക്കോട്ടോ, ഇതൊക്കെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. ഇളയച്ചൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പോയല്ല, ഇന്നലെ പറഞ്ഞതെല്ലാം മറന്നുപോയെന്ന് തോന്നണം. അപ്പം എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇയാൾക്ക് പ്രത്യേകിച്ച് ഒരു വികാരം ഇല്ലല്ലോ എന്നുള്ളൊരിതിൽ. ആ സമയത്ത് ശ്രുതി ഇയാളെ തന്നെ നോക്കുന്നുണ്ട്. ആൻറ്റി കണ്ടല്ലോ, ഇവിടെ വന്നപ്പോൾ ഭാര്യയെ പോലെ ഇളയച്ചൻ മറന്നുപോയെന്ന് പറഞ്ഞു. ഓ ആ എൻ്റെ ഭാര്യ ആ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇളയച്ചൻ കാണിക്കുവാണ്. ഇതൊക്കെ നമ്മുടെ സച്ചിക്ക് സംശയത്തിൻ്റെ നിഴലിലാണ്. എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നു, കുറച്ച് മുൻപ് അവൾ എന്നെ വിളിച്ചായിരുന്നു എന്ന് അദ്ദേഹം പറയാം. കുറച്ച് മുമ്പ് നിങ്ങൾ വിളിച്ചായിരുന്നോ എന്ന് സച്ചി ഇങ്ങനെ എടുത്ത് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നോക്കിയതാ, കിട്ടിയില്ല എന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ എന്നും പറഞ്ഞ് സച്ചി ഇരിക്കുവാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അപ്പോൾ അയ്യോ ശ്രുതി എന്താ പറ്റിയത് നമുക്ക് എന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞില്ല ഇളയച്ച, പനി കൂടിയതാ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക, പിന്നെ ഇളയച്ചനോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പം അങ്ങനെ പറഞ്ഞല്ലേ? ഷോ, ഞാൻ പെട്ടെന്ന് പോണോ? പോണം എന്നും പറഞ്ഞ് ശ്രുതി നീക്കാം. അതെ, എനിക്ക് വേണ്ടി ഇവരെന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് ഞാൻ നാളെ രാവിലെ പോയാൽ പോരെ എന്ന് അദ്ദേഹം ചോദിക്കാം. ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവരുടെ ആ കണ്ണും തമ്മിലുള്ള ഒരു ഇത് നമ്മുടെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. സച്ചി ഇങ്ങനെ മാറി നോക്കുക. അപ്പം രേവതിക്കും ഇത് മനസ്സിലാകുന്നുണ്ട്. രേവതി അന്നേരം ഇങ്ങനെ നോക്കി. അതാ നല്ലത്. അതെ, നമുക്ക് മട്ടൻ കറിയൊക്കെ കഴിച്ചിട്ട് നാളെ പോയാൽ മതിയെന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഇളയച്ചൻ ഇരിക്കുമ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ പല്ലെറുമി നിൽക്കുക. അപ്പം അതെ എന്ന് ചന്ദ്രമതി. ആൻറ്റി ഇളയച്ചന് പോയേ പറ്റുമെന്നും അത്ര സീരിയസ് അല്ലെന്നുണ്ടെങ്കിൽ ആൻറ്റി വിളിക്കില്ലെന്നൊക്കെ അന്നേരം ശ്രുതി അവിടെ നിന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എന്താ ശ്രുതി എന്ന് ചോദിച്ചു. ഇളയമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞ് ആൻറ്റി വിളിച്ചു. ഇളയച്ച, ആൻറ്റി മാത്രമല്ല ഇപ്പോൾ ഇളയമ്മയ്ക്ക് കൂട്ടായിട്ടുള്ളൂ. ഇളയമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. ഇപ്പം തന്നെ ഇളയച്ചൻ ചെല്ലാൻ പറഞ്ഞു. ഇപ്പം തന്നെ പോണോ മോളെ? ഇദ്ദേഹം വന്നതുകൊണ്ട് എല്ലാവരും നല്ല ജോളിയായിട്ടാണ് ഇരിക്കുന്നത്. ജോളിയിലോ എന്ന് പറഞ്ഞാൽ എന്താ അടിയുന്നു? രവിയേട്ടൻ ചോദിച്ചപ്പം അവൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ പെട്ടെന്ന് ചെല്ലാനായിട്ട് പറഞ്ഞത്. അവൻ ചെല്ലട്ടെ എന്ന് അച്ഛമ്മ അന്നേരം പറഞ്ഞു. ഇദ്ദേഹത്തിന് വേണ്ടിയല്ലേ ആട്ടിറച്ചിയൊക്കെ ഓർഡർ ചെയ്തത്. ഇവിടുന്ന് പോകുമ്പോൾ മനസ്സ് നിറഞ്ഞു വേണ്ടേ ഇദ്ദേഹം പോകാൻ എന്ന് ചന്ദ്രമതി. അപ്പോഴത്തേക്ക് സച്ചി മഹേഷും ഇങ്ങനെ നോക്കുക. അതെ ശ്രുതി, ഒരു 2 ദിവസം കൂടി ഇളയച്ചന് ഇവിടെ നിൽക്കട്ടെ എന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി എന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എന്ന് ചോദിച്ചു ശ്രുതി. ഇളയമ്മ ഹോസ്പിറ്റലിലാണ് ഉള്ളത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്. അപ്പോൾ ശ്രുതി അത് പിന്നെ എല്ലാവർക്കും ഞാൻ പെട്ടെന്ന് പോകുന്നതിൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടേ ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇളയത്തിൻ്റെ കാലിലേക്ക് ഒരു ഒറ്റ ചവിട്ട്, പിന്നെ അവിടെ നിന്ന് ഒരു ഒറ്റ കാർച്ചായിരുന്നു. എന്നൊക്കെ പറ പാട്ട് പാടുന്നത് പോലെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേനും എല്ലാവരും നോക്കുവാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ പാട്ട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പോഴും എല്ലാവരും ഇങ്ങനെ നോക്കുക. എന്ത് പറ്റി എന്ന് ശ്രുതി ചോദിച്ചു. അയ്യോ എനിക്ക് വേദനിക്കുന്നേ എന്ന് പറഞ്ഞ് നെഞ്ച് തടവുമ്പോൾ എന്ത് വേദനിക്കാനാന്ന് ചോദിച്ചു സച്ചി. അപ്പോഴത്തേക്ക് ശ്രുതി അല്ല, ഇളയമ്മയ്ക്ക് സുഖമില്ലല്ലോ, മനസ്സ് വേദനിക്കുന്നുണ്ടാവും, അതായിരിക്കും പറഞ്ഞതെന്ന് ശ്രുതി പറയുമ്പം അതെ മനസ്സും വേദനിക്കുന്നുണ്ട് എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ ഉരുണ്ടി കളിക്കുക നമ്മുടെ ഇളയച്ചൻ. അപ്പോഴും എല്ലാവരും നോക്കി നിൽക്കുക. അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലല്ലോ, ഇങ്ങനെ വേദനിക്കാതിരിക്കും എൻ്റെ ദൈവമേ. അതെ, ഞാനേ ഇപ്പം തന്നെ പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇളയച്ചൻ പോകുമ്പോൾ 1 ദിവസം കൂടി നിന്നിട്ട് പോരെ എന്ന് ചന്ദ്രമതി. എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രേ അദ്ദേഹം പോട്ടെ, അത് നീ എന്തിനാ ഇങ്ങനെ പിടിവാശി പിടിക്കുന്ന പോകണ്ടെന്നും പറഞ്ഞു. അപ്പം ഇപ്പം തന്നെ പോകണം, പോയേ പറ്റൂ, പോയില്ലെങ്കിൽ ചാൻസ് കിട്ടില്ല എന്നും പറഞ്ഞു ഇളയച്ചൻ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ചാൻസോ എന്ന് സച്ചി ചോദിച്ചു. എന്ത് ചാൻസ് കിട്ടത്തില്ലെന്ന്? അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇന്ന് ശ്രുതിയെ നോക്കുക ഇളയച്ചൻ. അല്ല, ഫ്ലൈറ്റ് കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് ഇളയച്ചൻ പറഞ്ഞതെന്ന് ശ്രുതി തിരുത്തി കൊടുത്തപ്പം അതെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇളയച്ചൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനിപ്പോൾ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം, ഇളയച്ചൻ പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞു ശ്രുതി. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇളയച്ചൻ ഇങ്ങനെ മനസ്സോടെ ചട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പോഴും സച്ചി ഇങ്ങനെ നോക്കുന്ന ചട്ടോ അതെവിടെ നിന്ന് വന്നതാണ്. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി പാവം ഇളയച്ചനല്ലേ, കഷ്ടമായിപ്പോയി. അപ്പോൾ നമ്മുടെ സച്ചിക്കൊക്കെ നടക്കില്ല എന്ന് മനസ്സിലായപ്പം, അതായത് അവർ ഉദ്ദേശിച്ചവരും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു നിരാശ. എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുക. പിന്നെ നമ്മുടെ ചേട്ടൻ റൂമിനകത്തേക്ക് കയറി ചെന്ന് ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഗ്ലാസ്സൊക്കെ ഒരു
ക്യാമറയ്ക്ക് അവസാനം അഭിനയം കൊടുക്കാമെന്ന് പറഞ്ഞ് ഏതോ ഒരു സ്ഥലത്തേക്ക് നോക്കി കണ്ണൊക്കെ തുടച്ച് കരഞ്ഞൊക്കെ കാണിക്കുക. അപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് കയറി വന്നു. എല്ലാം എടുത്തല്ലോ അല്ലേ എന്നും ചോദിച്ച്. അപ്പോൾ എല്ലാം എടുത്തു എന്നും പറഞ്ഞ് ഭയങ്കര നിരാശ. അഭിനയിച്ച് എനിക്ക് മതിയായിട്ടില്ല, ഒരു ദിവസം കൂടി. അപ്പോൾ ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പോലും നിങ്ങൾ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്നും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാനും ശ്രുതി ഇങ്ങനെ പറയാം. പാകെടുത്തോണ്ട് വേഗം വരാൻ പറഞ്ഞു. നിരാശയോടെ അദ്ദേഹം ശ്രുതിയുടെ പിന്നാലെ ഇങ്ങനെ പോകുക കേട്ടോ. ശ്രുതി പിന്നാലെ മുന്നേ പോകുമ്പോൾ ഇദ്ദേഹം പിന്നാലെ പോകുന്നത് അതിനെന്ന് വെച്ചാൽ പെട്ടിയെടുത്ത് തലച്ചുമടായിട്ട് വെച്ച്, ചാക്കെടുക്കാനല്ല നിങ്ങളോട് പറഞ്ഞത്, ട്രോളി ബാഗാ നിലത്ത് വെച്ചിട്ട് വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ ഞാൻ വെച്ച് വലിക്കുവാണോ വേണ്ടത്, ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചോട്ടെ. ചേട്ടൻ ഇതൊക്കെ ചോദിക്കുവാണ്. അങ്ങനെ അതേ വലിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവർ രണ്ടുപേരും കൂടെ ചെല്ലുന്നത് നോക്കി എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ആ സമയത്ത് സൈഡ് പ്ലീസ് എന്നും പറഞ്ഞ് ആ ട്രോളി ബാഗൊക്കെ എടുത്ത് കറക്കി ഭയങ്കര സ്റ്റൈലിഷൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഞാൻ വരട്ടെ, എല്ലാവർക്കും നന്ദി. മട്ടൺ ചാപ്സും കറിയും ഫ്രൈയും ഒക്കെ എല്ലാവരും ഇരുന്ന് കഴിക്കുക കേട്ടോ, മിച്ചം വെക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്ന് കാണിക്കുക. നമുക്കിനി ഭാഗ്യം ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ വെച്ച് കാണാമെന്ന് അദ്ദേഹം പറയുമ്പം മാർക്കറ്റിലോ എന്ന് രേവതി എടുത്ത് ചോദിച്ചു. ഇന്റർനാഷണൽ മാർക്കറ്റിൽ വെച്ചേ, അതാ ഇളയച്ചന് ഉദ്ദേശിച്ചേ എന്ന് പറഞ്ഞ് ശ്രുതി ഇതെല്ലാം തർജ്ജമ ചെയ്യുക പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ കേൾക്കാൻ പാകത്തിനും അത് മനസ്സിലാക്കാൻ പാകത്തിനും നിൽക്കുക കേട്ടോ. അപ്പോൾ ഇളയച്ച ഇറങ്ങാം എന്ന് ശ്രുതി പറയുമ്പോൾ അങ്ങനെ ശ്രുതിയെ പിടിച്ച് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. മോനെ നീ നല്ലവനാ എന്ന് പറയുമ്പം ഞാൻ ഇറങ്ങാം, ശരി ഇളയച്ചോ എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തരോടുമായിട്ട് യാത്ര പറയാം. അപ്പോൾ ഗ്രാൻഡ്മയുടെ കാലെവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ അച്ഛമ്മയുടെ കാലൊക്കെ പിടിച്ചു. അപ്പോൾ നന്നായി വരും എന്ന് പറഞ്ഞ് അച്ഛമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ ശ്രുതിയുടെ അമ്മായിയമ്മേ പോയിട്ട് വരട്ടെ, അപ്പോൾ ശരി ഞാൻ ഇറങ്ങാണെന്ന് പറഞ്ഞു. കൈയൊക്കെ കുപ്പി ചേച്ചിയും ഓക്കെയൊക്കെ പറഞ്ഞു. ഓരോരുത്തരോടായിട്ട് ഇങ്ങനെ യാത്ര പറഞ്ഞു കഴിഞ്ഞപ്പോൾ സച്ചിയും രേവതി അവിടെ നിൽക്കുകയല്ലേ, അവരെ അടിമുടിയാളിങ്ങനെ നോക്കി. എന്നിട്ട് അപ്പോൾ ഞാൻ പോയി വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അനിയാ മോനെ സച്ചി, ഇനി മേലാൽ നിൻ്റെ ഏട്ടനെ ഇങ്ങനെ കുടിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ചേട്ടൻ പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി അയാളെ അടിക്കാനായിട്ട് കയ്യോങ്ങി. രേവതി തടഞ്ഞു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കഴിക്കും, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചേട്ടൻ യാത്രയൊക്കെ പറഞ്ഞ് ഒരു കണ്ണീരൊക്കെ ആയിട്ടങ്ങ് പോകുമ്പോഴേക്കും പെട്ടി അവിടെ വെച്ച് എടുത്തുകൊണ്ട് പോകാൻ മറന്നുപോയി. മലേഷ്യൻ പെട്ടി എന്ന് നമ്മുടെ സച്ചി നീട്ടി അങ്ങ് വിളിക്കുമ്പോൾ ഇളയച്ചൻ നടന്നോ, ഞാനത് എടുക്കാം എന്ന് ശ്രുതി പറയാം. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് പോകുമെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെ നെടുവീർപ്പിട്ട് സന്തോഷത്തോടെ നിൽക്കുക. എല്ലാവരും പോയി, പക്ഷേ സച്ചിയും മഹേഷും പോയില്ല. തിരിഞ്ഞിങ്ങനെ നോക്കുവാണ് നമ്മുടെ ശ്രുതിയെ. സച്ചിക്ക് എന്തൊക്കെയോ മനസ്സിലായി കഴിഞ്ഞു. സച്ചി ആണെങ്കിൽ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ വല്ലാത്തൊരിതിൽ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇനി സച്ചിയുടെ അടുത്ത് നിന്നാൽ രക്ഷയില്ല എന്ന്. ജീവനും കൊണ്ട് കയറി അങ്ങ് ഓടിയതാണ് ശ്രുതിയെ. പിന്നെ അവർ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ അങ്കിള് പോയത്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും അച്ഛമ്മയും കൂടെ അവിടെ വന്നിരിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതി വന്നു. അദ്ദേഹം പോയോടാ എന്ന് ചോദിച്ചു. അച്ഛൻ പോയെന്ന് പറഞ്ഞു. പുള്ളിയെ നിനക്ക് എയർപോർട്ട് വരെ കൊണ്ടുവിടായിരുന്നില്ലെന്ന് ചോദിച്ചു. അച്ഛൻ ഞാൻ എയർപോർട്ട് വരെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതാ, അദ്ദേഹം സമ്മതിച്ചില്ല, വരണ്ടാന്ന് പറഞ്ഞു എന്ന് ശ്രുതി പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒത്തുകൂടി ഒരു 2 ദിവസം കൂടി നിന്നിട്ട് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ചന്ദ്രമതി വരുമ്പം ശരി അവർ 2 ദിവസം കൂടി മലേഷ്യൻ ഇളയച്ചൻ ഇവിടെ ഒന്ന് താമസിക്കണമായിരുന്നു നമ്മുടെ സച്ചി പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ വല്ലാണ്ടായിട്ട് നീക്കുക. ഇളയച്ചൻ പോയതിൽ നിനക്കെന്തത്ര വിഷമമൊന്നും ശ്രുതി ചോദിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ നിന്നിരുന്നെങ്കിലേ ചില കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് വരുമായിരുന്നു എന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു. എന്നും പറഞ്ഞ് തലയാട്ടും അന്നേരം ശ്രുതി. കള്ളത്തരങ്ങൾ പൊളിയുമായിരുന്നു എന്ന് പറഞ്ഞു. കള്ളത്തരങ്ങളോ? അപ്പോഴത്തേക്ക് ശ്രുതി ഒന്നും മിണ്ടാതെ തലയും കുനിച്ച് ഇങ്ങനെ നിൽക്കുക, മിണ്ടാട്ടോ ഇല്ല. കള്ളത്തരം പൊളിയാൻ ഇവിടെ ആരാ ഇത്രയും കള്ളത്തരമൊക്കെ കാണിച്ചേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. അപ്പോൾ അതൊരു ഭൂലോക ഫ്രോഡോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഫ്രോഡ്. ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ ശ്രുതിയെ നോക്കുക, ശ്രുതിയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ നീ എന്തിനാണ് ശ്രുതി എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നത്? നിന്നെ അല്ല ഞാൻ എന്തായാലും ഉദ്ദേശിച്ചതെന്നും ഇത് വേറൊരാളെയാണെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരാളാരാ? അതാരാ എന്നിങ്ങനെ ശ്രുതി ചിന്തിക്കുന്നു. ഇത് നിന്നേക്കാളും വലിയ ഫ്രോഡാണെന്ന് സച്ചി പറഞ്ഞു. അപ്പോൾ എന്നേക്കാളും വലിയ ഫ്രോഡൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക ശ്രുതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കും. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കാം അതാരാണെന്നുള്ളത് അടുത്ത് തന്നെ മനസ്സിലാകുമെന്ന് സച്ചി അന്നേരം പറഞ്ഞു. ശ്രുതി ഇളയച്ചൻ വന്നിട്ട് പോയില്ലേ, ഇനി എന്തായാലും നമുക്ക് നാട്ടിലേക്ക് പോയാലോ എന്ന് ചോദിച്ചു ഈ ശ്രുതി. അത് ശരിയാ, ഇനി എന്തിനാ നമ്മളിവിടെ നിൽക്കുന്നേ രവിയേട്ടെ, നമുക്ക് പോകാം എന്ന് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പം നമുക്കൊരു 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് രവിയേട്ടൻ പറഞ്ഞു. അപ്പോൾ എന്തിനാ 2 ദിവസമൊക്കെ നിൽക്കുന്നത്? ഇവിടെ നിന്നിട്ട് എന്താ ചെയ്യാനുള്ളത്? നിങ്ങൾക്ക് ബസ് ഓടിക്കാനുണ്ടോ? വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് എന്താ പ്ലെയിൻ ഓടിക്കാനുണ്ടോ എന്ന് ചന്ദ്രമതിയോട് നേരെ സച്ചി കയറി ചോദിച്ചു. അപ്പം നമ്മുടെ രവിയേട്ടനൊക്കെ അതങ്ങ് ബോധിച്ചു. എല്ലാവരും 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് അച്ഛമ്മ അന്നേരം പറഞ്ഞു. ചന്ദ്രമതിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ശ്രുതിക്കും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നിൽക്കുക. അപ്പോൾ അച്ഛമ്മ എനിക്കിവിടെ ഭയങ്കരമായിട്ട് ബോറടിക്കാൻ തുടങ്ങിയെന്ന് വർഷ പറയുമ്പോൾ ബോറടിയൊക്കെ നമുക്കേ മാറ്റാം, അതിനെ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക, വഴിയോ? എന്തു വഴി?
അപ്പോൾ രേവതി സച്ചിയോട് ചോദിച്ചു എന്ത് വഴി എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോഴേക്കും 2 ചെറുപ്പക്കാർ അങ്ങോട്ടേക്ക് വന്നു. അച്ഛമ്മ ഒക്കെ റെഡി ആയിട്ടോ, ഏത് സമയത്ത് വേണമെങ്കിലും മത്സരം തുടങ്ങാമെന്നും പറഞ്ഞു. മത്സരമോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമോ? അപ്പോൾ അതെ, മത്സരം തന്നെയാ, അതൊരു നല്ല മത്സരമാണ്. ഞാൻ ഇവരോട് വേണ്ടുന്നതൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞായിരുന്നു, അവരതെല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് മത്സരമാണെന്ന് ചോദിച്ചു. അന്നേരം പൊങ്കലിൻ്റെ ഭാഗമായി നാടിൻ്റെ പല ഭാഗത്തും പല പല മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറില്ലേ, നമുക്ക് വേണ്ടി നമ്മുടെ വീടിനടുത്തെ അങ്ങനെ ഒരു മത്സരം ഒരുക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷം സച്ചിക്ക് രേവതിക്കും. ഒരാഘോഷമായിട്ട് അതിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. കൊള്ളാലോ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് നിങ്ങൾ ദഹിക്കുന്നില്ല കേട്ടോ. അപ്പം എന്തിനാമേ ഇതൊക്കെ വെറുതെ ചുമ്മാ അനാവശ്യ ചിലവല്ലേ എന്ന് ചോദിച്ചപ്പം എന്ത് അനാവശ്യ ചിലവാടാ, നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഏർപ്പാടൊക്കെ ചെയ്തതെന്ന് അച്ഛമ്മ പറയുമ്പം ആണോ എന്ന് ചോദിച്ചു സച്ചി. പിന്നെ എന്ന് പറഞ്ഞിരിക്കുക ചന്ദ്രമതി. പിന്നെ മത്സരങ്ങളിൽ ജയിക്കുന്ന ആൾക്ക് എൻ്റെ വക നല്ലൊരു സമ്മാനവും ഞാൻ തരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സമ്മാനമോ, എന്ത് സമ്മാനമാണെന്നൊക്കെ ഇങ്ങനെ അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് അങ്ങ് ബോധിച്ചു. സുധിയെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു കൊടുക്കുക കണ്ണുകൊണ്ട്, കേക്കടാ എന്ന്. അപ്പം മകൻ ക്യാഷ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ശ്രുതിയെ നോക്കി ക്യാഷ് ആയിരിക്കുമെന്ന് സുധി. അങ്ങനെ ഭയങ്കര സന്തോഷവാനായിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പം ക്യാഷ് എന്ന് കേട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്ന സുധിയെ നമ്മുടെ സച്ചി കണ്ടു. അച്ഛമ്മേ അതെ, ഉറങ്ങുന്ന മത്സരം ഉണ്ടെങ്കിൽ ശ്രുതിക്കായിരിക്കും കേട്ടോ 1ാം സ്ഥാനം, അവൻ ഒന്നായിട്ട് ഉറങ്ങുവേ എന്ന് സച്ചി. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതിയൊക്കെ ഇവിടെ കൊലിപ്പിച്ചിരിക്കുന്നു. പക്ഷേ രേവതി അച്ഛമ്മയൊക്കെ ചിരിച്ചു. ഓട്ട മത്സരത്തിൽ ഇവർക്ക് സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനോടും വർഷയോടും പറഞ്ഞു സച്ചി. ഇവനെ കൊണ്ട് തോറ്റുകളെന്ന് പറഞ്ഞു രവിയേട്ടൻ ഇരിക്കാം, ഓടിപ്പോയി കല്യാണം കഴിച്ചവരല്ലേ 2 പേരും എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ സച്ചേട്ടാ വേണ്ട കേട്ടോ എന്ന് ശ്രീകാന്ത് പറഞ്ഞു. അപ്പോൾ സച്ചി നിന്റെ വായ ഇങ്ങനെ അനങ്ങാതിരിക്കത്തില്ല, എപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ എന്ന് അച്ഛൻ അന്നേരം ഇടയ്ക്ക് കയറി ചോദിച്ചു. എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കണമെന്നും ആരും മാറി നിൽക്കരുതെന്നും അച്ഛമ്മ അന്നേരം പറയുക. പിന്നെ ഉണ്ടല്ലോ സമ്മാനമുള്ള കാര്യം ആരും മറന്നു പോവുകയും വേണ്ട എന്ന് പറഞ്ഞു. അതെ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുകയും വേണം, സമ്മാനം വാങ്ങിക്കുകയും വേണം. ആർക്കാ സമ്മാനം കിട്ടുന്നത് നമുക്ക് നോക്കാം, എല്ലാവരും ഒരുങ്ങിക്കോളാൻ പറഞ്ഞു അച്ഛമ്മ. പിന്നെ അവിടെ ഒരു നെട്ടോട്ടമായിരുന്നു. അപ്പം നമുക്ക് ഒരു സംശയമില്ല, നമുക്ക് തന്നെയാണ് സമ്മാനം വന്ന് സുധി. ശ്രീകാന്ത് അവർക്ക് ആ സമ്മാനം വന്നു. പിന്നെ മുറിയിൽ പോയിരുന്നു കഴിഞ്ഞപ്പം ശ്രീകാന്ത് നിന്റെ സച്ചേട്ടൻ്റെ സംസാരം ഓവറാകട്ടോ, അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുകയാണല്ലോ അദ്ദേഹം എന്ന് വർഷ ഇങ്ങനെ ശ്രീകാന്തിനോട് പറയുമ്പോൾ, വർഷേ സച്ചേട്ടൻ മുന്നും പിന്നും നോക്കാതെ അതും ഇതൊക്കെ പറയും, നീ അതൊന്നും കാര്യമാക്കണ്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുക. കാണുമ്പോഴൊക്കെ നമ്മളെപ്പറ്റി എന്തെങ്കിലും പറയണോ അദ്ദേഹത്തിന്, ഇതങ്ങനെ വെറുതെ വിട്ടാലൊന്നും പറ്റത്തില്ലെന്ന് വർഷ പറയുവാണ്. എന്നിട്ട് എന്തൊക്കെയോ ആലോചിക്കാം. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ നിന്റെ സച്ചേട്ടനെ നമ്മൾ ജയിക്കാൻ വിടരുതെന്ന് വർഷ പറയുമ്പം, ഏട്ടൻ നന്നായി പെർഫോം ചെയ്താൽ ഏട്ടൻ ജയിക്കുന്ന തടയാൻ നമുക്ക് എങ്ങനെ പറ്റുമെന്ന് ചോദിക്കുമ്പം, അദ്ദേഹത്തെക്കാളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് നമ്മൾ ജയിക്കണമെന്ന് വർഷ പറഞ്ഞു. രേവതി ചേച്ചി ജയിച്ചാലേ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, കാരണമേ എനിക്ക് ചേച്ചിയോട് ഒരു ദേഷ്യവും ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ നിന്റെ സച്ചേട്ടനോട് അങ്ങനെയല്ല, അയാൾ ജയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അയാൾ തോൽക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു വർഷ ഇങ്ങനെ അവിടെ നിൽക്കുക. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ സുധിയും കൂടെ സംസാരിക്കാം. പല പ്രാവശ്യം നമുക്ക് അവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, ഇത്തവണ അങ്ങനെ ഉണ്ടാവരുത്, ഇവിടെ നമ്മൾ തന്നെ ജയിക്കണമെന്നും അവരെക്കാളും നല്ല പെർഫോമൻസ് നമ്മൾ കാഴ്ചവെക്കണമെന്നും പറഞ്ഞു. അപ്പോൾ അവർ ജയിച്ചാൽ നമുക്ക് പിന്നെ അവരുടെ മുന്നിൽ നിൽക്കാൻ പോലും പറ്റില്ലെന്ന് സുധിയും പറഞ്ഞു കൊടുക്കുക. വാശിയോടെ വേണം മത്സരിക്കാൻ, വിജയിച്ചേ പറ്റൂ, ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്നൊക്കെ പറയുമ്പം വിജയം അത് നമുക്കൊപ്പം തന്നെയാണ് എന്ന് ശ്രുതിക്ക് എന്നെ പറ്റിയേ അറിയാത്തത് കൊണ്ടാണ്, എത്ര കോമ്പറ്റീഷനുകളിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടെന്ന് അറിയാവോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അച്ഛമ്മ പുറത്തോടെ വന്ന് നിന്ന് കേൾക്കുക കേട്ടോ. ഇതൊക്കെ എന്ത് ഈസി ആയിട്ട് ജയിക്കാം, നീ വെറുതെ ടെൻഷൻ അടിക്കാതെ, സില്ലി മാറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവർ ജയിക്കാൻ വിടരുതെന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുന്നത് അച്ചമ്മ കേൾക്കുക കേട്ടോ. അപ്പോൾ ശ്രുതി ആരാ കള്ളി എന്നുള്ളത് അച്ചമ്മ നിന്ന് കേട്ട് കഴിഞ്ഞു. പേരും കള്ളിയാണ് ശ്രുതി എന്ന് അച്ചമ്മ തിരിച്ചറിഞ്ഞു കഴിയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മുറിയുടെ അതിലെ അച്ചമ്മ പോവുക. അപ്പോൾ നമ്മുടെ രവിയേട്ടൻ ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. അപ്പോൾ ചന്ദ്രമതി ഇറങ്ങി വന്നിട്ട് ഇതെന്താ ഇത് ഇങ്ങനെയൊക്കെ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് രവിയേട്ടനോട് നിൽക്കും. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒരു രസമല്ലേ ചന്ദ്ര എന്ന് രവിയേട്ടൻ ചോദിച്ചു. എന്തായാലും ആവേശം നിറഞ്ഞൊരു മത്സരം തന്നെയായിരിക്കും, നീ കണ്ടോളാൻ പറഞ്ഞു. എല്ലാ മത്സരത്തിലും സച്ചിയാണ് ജയിക്കുക. സച്ചിയും രേവതിയും ജോഡിയായിട്ട് വരുന്ന മത്സരങ്ങളിലെ അവർ 2 പേര് മാത്രമേ ജയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു രവിയേട്ടൻ ഇങ്ങനെ പറയാം. അത് ചന്ദ്രമതിക്ക് ബോധിച്ചില്ല. കുഞ്ഞുനാളിൽ സച്ചി പങ്കെടുത്ത മത്സരങ്ങളിലൊക്കെ എല്ലാത്തിലും അവൻ തന്നെ ആയിരുന്നില്ലേ ജയിച്ചിരുന്നത്. അവരെ തോൽപ്പിക്കാൻ ഇപ്പോഴും ആരും വളർന്നിട്ടില്ല മോളെ എന്ന് പറഞ്ഞിങ്ങനെ രവിയേട്ടൻ പറയുമ്പോൾ മതി നിങ്ങളുടെ മോനെ പുകഴ്ത്തിയെന്ന് പറഞ്ഞു. അപ്പം നിൻ്റെയും കൂടെ മോനല്ലേ അവനെന്ന് ചോദിച്ചു.
അതെന്താ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഓർമ്മപ്പെടുത്തണം അല്ലേ എന്ന് രവിയേട്ടൻ ഇവരോട് ചോദിച്ചപ്പം മത്സരങ്ങളിൽ ആരാ ജയിക്കുന്നതെന്നൊക്കെ കണ്ടറിയാം, ഇവിടെ വേറെയും ആമ്പിള്ളേരും പെമ്പിള്ളേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ചന്ദ്രമതി രവിയേട്ടനോട്. അങ്ങനെ അതും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പം ഇതും നമ്മുടെ അച്ചമ്മ അവിടെ നിന്ന് കേട്ടു. അച്ചമ്മയ്ക്ക് ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ, കാരണം സച്ചിയെയും രേവതിയും ഇവർ അവഗണിക്കുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ. അങ്ങനെ എല്ലാ കള്ളികളുടെയും തനി നിറം നമ്മുടെ അച്ചമ്മ കേട്ട് തിരിച്ചറിയാം. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഉണ്ടല്ലോ ഈ വർഷയെയും ശ്രീകാന്തിനെയും സുധിയെയും ശ്രുതിയെയും വിളിച്ച് മുറ്റത്തേക്ക് കൊണ്ടുവന്ന് മാറ്റി നിർത്തി പറയുവാണ്, ഇന്നത്തെ ഈ മത്സരത്തിൽ നിങ്ങൾ ജയിക്കണം, സച്ചിയും രേവതിയും ജയിക്കരുത് എന്ന്. അപ്പോൾ രേവതി ചേച്ചി ജയിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവരുടെ ഹസ്ബൻഡ് ജയിക്കരുത്, എനിക്ക് അത്രേ ഉള്ളൂ എന്ന് വർഷ പറയുന്നു. അപ്പോൾ ഇവരുടെ ഗൂഢാലോചന കേട്ടുകൊണ്ട് ദേ വരുന്നു നമ്മുടെ അച്ചമ്മ. ഇതും അച്ചമ്മ കേട്ടു. അപ്പോൾ രേവതിയും ജയിക്കാൻ പാടില്ല, അവൾ ജയിച്ചാലേ ഈ കൊല്ലം മുഴുവനും അത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് ചന്ദ്രമതി പറഞ്ഞു കൊടുക്കുക. എനിക്ക് വേണ്ടി നിങ്ങൾ 4 പേരും ജയിക്കണമെന്നും പറഞ്ഞു. അപ്പം അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അമ്മേ എന്ന് ശ്രുതി ചോദിക്കുന്നു. അപ്പം ആൻറ്റി എന്തൊരു വാശി ഇതെന്ന് വർഷ ചോദിച്ചു. ഇത് ഒളിമ്പിക്സ് ഒന്നും അല്ലല്ലോ എന്ന് വർഷ ചോദിക്കുമ്പം ഇത് ഈ നാട്ടിലെ ഒളിമ്പിക്സ് ആണെന്ന് നീ അങ്ങ് കരുതിക്കോളാൻ വർഷയോട് ചന്ദ്രമതി പറയാം. ഇതും കേട്ട് നമ്മുടെ അച്ചമ്മ, അവർ ജയിച്ചാലേ എനിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ കൂടി പറ്റത്തില്ല, നിങ്ങൾ ജയിക്കണം, നിങ്ങൾ ജയിക്കുന്നത് എനിക്ക് കാണണം, അഭിമാനത്തോടെ എനിക്ക് തലയുയർത്തി അവരുടെ മുന്നിൽ നിൽക്കുകയും വേണമെന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഇതിനെ ഞാൻ ജയിപ്പിക്കാവടി എന്ന് അച്ചമ്മ പറയണം. അപ്പോൾ ഉറപ്പായിട്ട് ഞങ്ങൾ തന്നെ ഇതിൽ ജയിക്കും ആൻറ്റി എന്നും പറഞ്ഞ് ശ്രുതി ചന്ദ്രമതിയോട് പറയാം, അവരെ ഞങ്ങൾ തറ പറ്റിക്കും, ആൻറ്റി നോക്കിക്കോളാൻ പറഞ്ഞു. അതാ വേണ്ടത് എന്നും പറഞ്ഞ് ചന്ദ്രമതി തുള്ളിച്ചാടുക സന്തോഷം കൊണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിട്ട് ഇത് പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ അതുവഴി വരുന്നതും അച്ചമ്മ അവരുടെ മുറിയുടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നതും. അപ്പോൾ സച്ചി ഇങ്ങനെ ഒരുങ്ങി ഭയങ്കര സെറ്റപ്പായിട്ട് പോകുമ്പോൾ നീ വേഗം വാ, നമുക്ക് മത്സരം ജയിക്കണ്ടേന്ന് ചോദിച്ചു രേവതിയോട് സച്ചി. അപ്പം സച്ചിയേട്ടാ ജയിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, ജയിക്കുന്നതിലൊന്നും അല്ല പ്രധാനം, മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രേവതി പറയുന്നതും അച്ചമ്മ കേട്ടു. വീട്ടിൽ നിന്ന് എല്ലാവരും മത്സരിക്കല്ലേ, സന്തോഷമുള്ള കാര്യമല്ലേ അതെന്ന് രേവതി ചോദിക്കുമ്പോൾ അച്ചമ്മയ്ക്ക് അത് ഭയങ്കര സന്തോഷമായി. എൻജോയ് ചെയ്യുക, ആര് ജയിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, ആര് ജയിച്ചാലും എനിക്ക് സന്തോഷം തന്നെയാണെന്ന് രേവതി പറയുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമായി നമ്മുടെ അച്ചമ്മയ്ക്ക്. അപ്പോൾ അത് സച്ചി പറഞ്ഞു, നീ പറഞ്ഞത് സത്യം തന്നെയാണ്, ആര് ജയിച്ചാൽ എന്താ, അവർ നമ്മളുടെ സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും അല്ലേ എന്ന് സച്ചിയും പറഞ്ഞു കേട്ടോ. അത് അപ്പോൾ ഇവരുടെ മനസ്സ് ഇവിടെ മറ്റാർക്കും ഇല്ല എന്ന് അച്ചമ്മ തിരിച്ചറിയണം. ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഒരു വഴി കണ്ടെത്തണമല്ലോ എന്ന് അച്ചമ്മ ഇങ്ങനെ ചിന്തിക്കുക. ഈ സമയത്ത് അപ്പോൾ നമ്മൾ റെഡിയാണല്ലോ അല്ലേ, ഞാൻ റെഡിയാണെന്ന് രേവതി സച്ചിയോട് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു പോകാനായിട്ട് റെഡി ആയിട്ട്. അപ്പോൾ അതെ എല്ലാവരും റെഡി അല്ലേ എന്ന് അച്ചമ്മ ചോദിച്ചപ്പോൾ അച്ചമ്മ ഞാനും ശ്രീകാന്ത് ഞങ്ങളുടെ ഫുൾ എഫേർട്ട് എടുക്കും, മത്സരങ്ങളിൽ ഞങ്ങൾ തന്നെ വിജയിക്കുമെന്ന് വർഷ പറയുമ്പോൾ മത്സരങ്ങളിൽ ഞാൻ തന്നെ വിജയിക്കും, പണ്ട് എത്രയെത്ര കോമ്പറ്റീഷനുകളിൽ വിജയിച്ച ആളാണ് ഞാൻ എന്ന് സുധി, പണ്ട് എനിക്ക് കിട്ടിയ മൊമെൻറ്റോകൾ കൊണ്ട് വീടിൻ്റെ അലമാര നിറഞ്ഞിരുന്നില്ലേ എന്നൊക്കെ സുധി ചോദിക്കാം. അപ്പോൾ അതൊന്നും ഇവ മത്സരത്തിൽ വിജയിച്ച് കിട്ടിയതല്ല അച്ചമ്മേ, പിന്നെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്ന കാശ് കൊടുത്തവൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചതാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം മോഷ്ടിക്കുന്നത് നിന്റെ എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ പറയാൻ തുടങ്ങി. പെട്ടെന്ന് നമ്മുടെ അച്ചമ്മ ശ്രദ്ധിച്ചു. പേടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി, അപ്പം എന്താടാ നീ നിർത്തിക്കളഞ്ഞത്? അല്ല ഇനി അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയായിരുന്നു എന്ന് സുധി. കാരണം 50 ലക്ഷം രൂപ കൊണ്ട് അടിച്ചോട്ട് ഓടിയത് ഇവൻ തന്നെയാണല്ലോ, അതുകൊണ്ട് പറയാനുള്ള യോഗ്യത ഇല്ലല്ലോ സുധിക്ക്. അപ്പോഴാണ് സുധി അത് ഓർത്തത്. പെട്ടെന്ന് അച്ചമ്മ സുധിയുടെ ടാലൻറ്റിനെ കുറച്ച് കാണിക്കരുതെന്ന് പറയുക. ദേ ഇന്ന് നടക്കുന്ന കോമ്പറ്റീഷനുകളിൽ ഞാനും സുധിയും ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഈ മത്സരം ഒരു ടീമാക്കി തിരിച്ചുകൊണ്ടാണെന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അതേതായാലും കൊള്ളാമെന്ന് രവിയേട്ടൻ പറഞ്ഞു. ചന്ദ്രമതിക്കിട്ട് മൂട്ടം പണി തന്നെയാണ് നമ്മുടെ അച്ചമ്മ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അപ്പോൾ അച്ചമ്മ അതൊക്കെ വേണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വേണം വേണം, അതാണ് നല്ലതെന്ന് നമ്മുടെ അച്ചമ്മ പറയാം. രവിയും ചന്ദ്രയും ഓരോ ടീമിൻ്റെ ലീഡർ ആയിരിക്കണമെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അതവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ആരുടെ ടീമിൻ്റെ ഇതായിട്ടാണ് ചന്ദ്രമതി വരുന്നതെന്ന് അച്ചമ്മ പറഞ്ഞില്ല. കൊള്ളാം അച്ചമ്മ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറയുന്നുണ്ടല്ലോ ഒന്ന് രേവതി സച്ചിൻ പറയുമ്പം. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് മോളെ, എത്ര മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരുള്ള ഈ കലാവതി. അമ്മേ അതൊക്കെ പോരെ, എൻ്റെ ടീമിൽ ആരൊക്കെയുണ്ട് അമ്മ എന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അച്ചമ്മേ ഞാൻ രേവതിയും അച്ഛൻ്റെ ടീമിലാകട്ടോ എന്ന് പറഞ്ഞു. സച്ചി ഓടി വന്നു. അപ്പം നിങ്ങൾ ആരുടെ ടീമിലാണ് ഉണ്ടാവേണ്ടതെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു അച്ചമ്മ. നീ ഇങ്ങോട്ട് മാറി നിൽക്കുന്ന പറഞ്ഞ് സച്ചിയെ പിടിച്ച് മാറ്റി നിർത്തി, രവിയേട്ടനെയും പിടിച്ച് മാറ്റി നിർത്തി. എന്നിട്ട് രേവതിയും ശ്രുതി വർഷ രവിയുടെ അടുത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്ന് നിൽക്കുക. അപ്പം അവർ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചന്ദ്രമതിക്ക് നിങ്ങൾ 3 പേരും രവിയുടെ ടീമിലാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ വർഷയൊക്കെ ഇങ്ങനെ അന്തം വിട്ടു. അച്ചമ്മ
ഇതിൽ നിന്ന് ഒരാളെ മാറ്റി ശ്രുതിയെ ഈ ടീമിലേക്ക് ആക്കുവോ, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് മത്സരിച്ചോളാവെന്ന് നമ്മുടെ ശ്രുതി പറയുമ്പം അതാണ് കറക്റ്റ് എന്ന് ശ്രുതി, അതൊന്നും ഇവിടെ പറ്റത്തില്ല, ഞാൻ പറയുന്ന പോലെ അങ്ങ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ 3 ആൺമക്കളെയും ചന്ദ്രയുടെ ടീമിലേക്കും ആക്കി. ചന്ദ്രയ്ക്ക് കിട്ടിയത് മൊട്ടം പണിയായിപ്പോയി. നിങ്ങൾ 3 മരുമക്കളും ഒന്നിച്ച് തന്നെയാണ് മത്സരിക്കേണ്ടതെന്ന് അച്ചമ്മ അങ്ങ് പറഞ്ഞു ശ്രുതിയോട്. ചന്ദ്രമതി നാണം കെട്ടി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.